കൽബിന് കസുവത്തെത്തിയെന്നാൽ പിന്നെ കണ്ണിൻ്റെ വെള്ളം പൊട്ടലില്ലേ പൊന്നെ. കസുവത്ത് കൽബിൽ വന്നു പോയാൽ നാശമാ, ദോഷം പെരുത്താൽ പിടിപെടുന്നൊരു രോഗമാ. മരണത്തെ ഓർക്കുന്നില്ല എങ്കിൽ പിന്നെ ദോഷം പെരുക്കാൻ കാരണം അതുതന്നെ. റബ്ബിൻ്റെ ശിക്ഷ വരുന്നതിനും മുമ്പിലായി ഉണ്ടാകുമേ ചില സംഭവം ചുരുക്കത്തിലായി. അതിൽപ്പെട്ടതാണ് മരിക്കലും സന്താനം, അവർക്കുള്ള ജനനമടയ്ക്കുവാൻ അധ്വാനം. ശ്രദ്ധിച്ച് കേൾക്കിത് സോദരാ, നബി വാക്യമാ. അതിൽ ഇത് വ്യക്തമാ. വാക്കിനു മാറ്റം ഒരിക്കലും ചെയ്യല്ലേ. ക്ലേശിച്ചത് ഇസ്മായിൽ നബി ഇതിലല്ലേ. ഖുർആനിൽ അവരെ സ്തുതിച്ചതും നീ കണ്ടോ, അത് സ്വാദിഖുൽ വഅദെന്നതോർക്കുന്നുണ്ടോ? സൂറത്ത് മറിയമിലുള്ളതാണിത് വ്യക്തമാ. നോക്കുന്നതായാൽ കാണുമേ മധ്യത്തിലായി. അതുമാത്രമല്ല മുനാഫിഖിൻ പണിയല്ലേ എന്നുള്ളതും നബി വ്യക്തമാക്കിയതല്ലേ. ഇതിനുള്ള റാവി അബൂ ഹുറൈറത്താണ്. ഇതുപോലെ തന്നെ ബുഖാരിയിൽ ശരിയാണ്. ചെയ്യുന്ന കച്ചവടത്തിലേറ്റം നല്ലതാ റബ്ബിൻ്റെ യാജ്ഞക്കൊത്തു നീ നടക്കുന്നതാ. നഷ്ടം നിനക്കൊരു കാലവും ഇല്ലാത്തതാ, കഷ്ടപ്പെടുന്നൊരു നാളതിൽ ശിഷ്ടം ഇതാ. പാരിൽ നിനക്കുണ്ടോ ഹബീബേ സീറ്റ്, പോയി കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ്. ഒട്ടിക്കുവാനും അസാധ്യമാണ് ആ പാച്ച്, മുട്ടുന്നതും നിന്റായുസാണേ വാച്ച്.